എങ്ങനെയാണ് സലീം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയത്? ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു കുഞ്ഞിന്റെ ശബ്ദം അനുകരിച്ചിട്ടുണ്ടാണ്. ഓ, ശബ്ദങ്ങൾ അനുകരിച്ചുകൊണ്ടാണ്. ഞാനും അതുപോലെ ശബ്ദങ്ങൾ അനുകരിച്ചിട്ടാണ് മിമിക്രി. എത്ര വർഷം മുമ്പാണ് ഈ കൊച്ചു? ഒരു 10-38 വർഷം മുമ്പായിരുന്നു. 38 വർഷം മുമ്പ്. 38 വർഷം മുമ്പ്. 38 വർഷം മുമ്പ് സലീമിന് അപ്പോൾ എന്ത് പ്രായമുണ്ട്? എനിക്ക് 38 വയസ്സ്. അപ്പോൾ കൊച്ചു എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ് കോമഡിയാണ്. അപ്പൊ അത് അവതരിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. അതെ, കൊച്ചുകുഞ്ഞിന്റെ ഒരു കരച്ചിൽ അവതരിപ്പിച്ചിട്ടാണ് ഞാൻ ഈ ജീവിതമാകുന്ന മിമിക്രി രംഗത്തേക്ക് വന്നത്. അതെല്ലാവരും അങ്ങനെ, എല്ലാവരും മിമിക്രി കാണിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ വരുന്നത്. എല്ലാവരും മിമിക്രിക്കാരാണ്. അതെ. എങ്ങനെയാണ് അപ്പൊ ഈ സിനിമയിലേക്ക് വന്ന വഴി? സിനിമയിലേക്ക് വന്ന വഴി ഞാൻ മറന്നുപോയി. സിനിമയിലേക്ക് വന്ന വഴി ഞാൻ മറന്നുപോയി. അതാണ് സാധാരണ എല്ലാവരും പറയാറ്, സിനിമയിലേക്ക് വന്ന വഴി മറക്കരുത്, ഏത് രംഗത്തെത്തിയാലും വന്ന വഴി മറക്കരുത് എന്നാണ് പറയാറ്. ശരിയാണ്. അത് ഈ കാരണന്മാര് പറയാറുണ്ട്, വന്ന വഴി മറക്കരുതെന്ന്. അതൊരു പറയാൻ കാരണമുണ്ട്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് വന്നിട്ട് തിരിച്ചു പോവാൻ സ്ഥലം അറിയണം, വഴി അറിയണം. അപ്പൊ അതിനു വേണ്ടിയാണ് വന്ന വഴി മറക്കരുതെന്ന് പറയുന്നത്. എനിക്ക് സിനിമയിൽ നിന്ന് തിരിച്ചു പോകണമെന്നൊരു ആഗ്രഹമില്ല. അതിന്റെ പേരിൽ തന്നെ ഞാൻ വന്ന വഴി മറന്നു. സലീം ഇപ്പോൾ കഴിഞ്ഞ 13 വർഷമായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് സിനിമാ സംവിധായകരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംവിധായകൻ്റെ പേരെന്താ? പറ. ജോൺസൺ ഫാക്ടം ബോസ്. ജോൺസൺ ഫാക്ടം ബോസ് അതാരാണ്? അതാ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഫാക്ടം ബോസ് എന്ന് കേട്ടിട്ടുണ്ടോ? വളം, ഫാക്ടം ഫോഴ്സ് വളം കേട്ടിട്ടുണ്ട്. ജോൺസൺ കേട്ടിട്ടുണ്ടോ? ജോൺസൺ കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് വെറുതെ മനുഷ്യന്റെ അരിയിൽ മണ്ണ് വായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ. സത്യം പറഞ്ഞാൽ സലീം ഒരു സിനിമാ താരമായില്ലായിരുന്നെങ്കിൽ ആരാവുമായിരുന്നു? ആരാവണമായിരുന്നു അല്ല, ആരാവുമായിരുന്നു? ചിലപ്പോ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഈ സിനിമാ നടന്മാരുടെയും സിനിമാ നടികളിലേക്ക് ഫോട്ടോ എടുക്കുക, മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുക, അവർ വർത്തമാനം പറഞ്ഞ സ്ഥലത്തൊക്കെ ചെന്ന് നിൽക്കുക, അവർ ആഹാരം കഴിക്കുന്ന സ്ഥലത്ത് നോക്കി നിൽക്കുക, അങ്ങനെ അവരെയൊക്കെ ശല്യപ്പെടുത്തുന്ന ഒരാളായിട്ട് മാറിയനെ. അപ്പോഴും സിനിമയോട് താല്പര്യമുണ്ട്. അതെ. ഈ സലീം ഒരുപാട് സിനിമാ താരങ്ങളെ അനുകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കലാഭവനിൽ വെച്ച്. അമ്മ കാര്യമായിട്ട് പറഞ്ഞതാണോ അത് എനിക്ക് കിട്ടുന്ന താങ്ങിയതാണോ? ആക്ച്വലി പ്രോബ്ലം സാറെന്നാ തോന്നണേ. ഇതിൽ നന്നായി ചിരിച്ചോണ്ടിരുന്നതാ, പല്ലിന് നല്ല സുഖമല്ല. വരട്ടെ. സലീമിനെ ആദ്യമായിട്ട് മിമിക്രിക്കാരെ അനുകരിച്ചപ്പോൾ സലീമിന് എന്താണ് തോന്നിയത്? അതിന് കുറച്ച് വിഷമം തോന്നി. എന്താ? കാരണം ഇത്രക്ക് ഓവറാണ് ഞാൻ എന്ന് ആദ്യം എനിക്ക് തോന്നി. പിന്നീട് ഞാൻ ചെയ്ത നടന്മാരുണ്ടല്ലോ, അവരും അത്രക്ക് ഓവറായിരുന്നില്ല. കാരണം നമ്മൾ മിമിക്രിക്കാർ അല്പം അവരുടെ സംഭവങ്ങളൊക്കെ കാർട്ടൂൺസിനെ പോലെയൊക്കെ മൂക്കുകളൊക്കെ ഇങ്ങനെ വക്രിച്ചും കോടിച്ചൊക്കെ ഒരുക്കും. അതുപോലെ ഒരാളെ നടത്തും അല്പം ഇതാണെങ്കിൽ അത് കുറച്ചുകൂടി ഇതായിട്ട് എന്താണ് എക്സാജറേഷൻ ചെയ്ത് കാണിക്കും. അപ്പോൾ ഞാൻ ഓക്കെയാണത്, ഇതല്ലേ ശരി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതായത് ശരി. പിന്നെ സന്തോഷം, കാരണം ഞാനൊരു മിമിക്രിക്കാരനായിരുന്നു. ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല നടന്മാരെയും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ മറ്റൊരു മിമിക്രിക്കാരനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു റോൾ മോഡലായപ്പോൾ സന്തോഷം തോന്നി. സിനിമയല്ലേ, ഇപ്പം രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറയാമോ? ഇഷ്ടമുള്ള, കാരണം ഞാൻ ചോദിക്കാൻ കാര്യം കൂടെ ഉണ്ട്. കാരണം എല്ലാ മിമിക്രിക്കാരെയും പോലെ അല്ല. കാരണം ഞാൻ സലീമിന്റെ മിമിക്രി ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ അനുകരിക്കുന്ന ഇപ്പോഴൊരു ഫാഷനാണല്ലോ. ആദ്യമായിട്ട് രാഷ്ട്രീയക്കാരെ അനുകരിച്ച മിമിക്രി ആർട്ടിസ്റ്റ് എത്ര വർഷം മുമ്പാ? അതൊരു 92-93 സലീമാ. 16 17 വർഷത്തോളം ഇപ്പൊ ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇട്ടാണ്. അത് ഫസ്റ്റ് ഇട്ടാൻ കാരണം അത് തന്നെയായിരുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പൊ കെ കരുണാകരൻ, ഇ കെ നയനാരി, കെ ആർ ഗൗരി, എം വി രാഘവൻ, പി ജോർജ്, കെ എം മാണി, ഇവരുടെ ആരുടെയെങ്കിലും ശബ്ദം ഇപ്പം അനുകരിക്കാൻ പറ്റുമോ? ഇപ്പോൾ എനിക്ക് പറ്റില്ല. കാരണം ഇപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ ഒരു പഴയ മിമിക്രിക്കാരനാണ്. അതെ, ഞാൻ അതിലും പ്രസാദ് റിട്ടയർ ചെയ്ത മിമിക്രിക്കാരനാ. റിട്ടയർ ചെയ്തിട്ടില്ല ഇപ്പോഴും. അല്ല, റിട്ടയർ നമ്മൾ പ്രായം വെച്ചോണ്ടേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇത്ര ഉള്ളപ്പോൾ പ്രസാദിന്റെ മിമിക്രി. അപ്പോൾ ഞാനൊക്കെ മിമിക്രി നടത്തുമ്പോൾ ഇത്രയുള്ള പയ്യനെ കണ്ടവൻ അവനാണ് ഇന്ന് ഈ എൻ്റെ പ്രായം ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. ഞാൻ അത് കട്ട് ചെയ്ത് കളയാം, അതിൻ്റെ ബാക്കിയുള്ള ഇടുള്ളൂ. അപ്പോൾ ഇന്നത്തെ പിള്ളേർ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഞാൻ അത്ര ഒന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ
അത് പെർഫെക്റ്റ് ആയിരുന്നു അത്. കാരണം അന്ന് ടി വി അധികം ചാനൽസൊക്കെ വളരെ കുറവാണ്. ഇങ്ങനെ ഇപ്പോൾ അതല്ല, എല്ലാ ചാനലിലൂടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദങ്ങൾ കേൾക്കാം, അവരുടെ ചേഷ്ടകൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് അന്നൊന്നും ഉണ്ടായില്ല. അവരുടെ എല്ലാ കലാപരിപാടികളും ഞാൻ KR ഗൗരിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് 10 യോഗത്തിലോളം ഞാൻ പോയി. ഈ യോഗത്തിന് പോയിട്ട് ഞങ്ങൾക്ക് മൂത്തകുന്ന എന്ന സ്ഥലത്താണ് ആദ്യത്തെ യോഗം. അപ്പോൾ അവിടെ ഞാൻ പ്രസംഗം കേൾക്കും. പ്രസംഗം കേട്ടിട്ട് അവർ കാറിനാണ് പോണത്, ഞാൻ ബസ്സിനാണ് പോണത്. അടുത്ത സ്റ്റോപ്പ് അണ്ടിപ്പള്ളിക്കാവാണെങ്കിൽ ഞാൻ പറൂർ വന്ന് നിൽക്കും. ഞാൻ പറൂർ വണ്ടി ഇറങ്ങും. അപ്പോൾ അണ്ടിപ്പള്ളിക്കാവിൽ KR ഗൗരവം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പറൂർ എത്തുമ്പോഴേക്കും ഞാൻ പറൂർ എത്തിയിരിക്കും. അവിടെ ആ പ്രസംഗം കേട്ട് അങ്ങനെ കൂത്താട്ട് കൊടുത്ത് വെച്ചാണ് എനിക്ക് ഈ സാധനം പിടുത്തം കിട്ടുന്നത്, ഗൗരവയുടെ സൗണ്ട് പിടുത്തം കിട്ടുന്നത്. അങ്ങനെ ഞാൻ നോക്കി ഇങ്ങനെ വന്നിട്ട് കേരളത്തിൻ്റെ എന്ന് നോക്കി ഓക്കെ അപ്പോൾ ആ പഴയതിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടുന്ന പുറത്തേക്ക് പോകുന്നതാണ്. അതേപോലെ MP രാഘവന പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ പ്രസംഗങ്ങൾ കേട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് തന്നെയാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തത്. എല്ലാവരുടെയും മറ്റുള്ള റേഡിയോയിലും ഇതൊക്കെ കേട്ട്. ഇപ്പം എങ്ങനെയാണ് പഴയ മിമിക്രിയും ഇപ്പോഴത്തെ മിമിക്രിയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ? പഴയ മിമിക്രി ടൈപ്പ് റൈറ്റർ ആണെങ്കിൽ ഇപ്പോഴത്തെ മിമിക്രി കമ്പ്യൂട്ടറാണ്. കാരണം പണ്ട് പറയും പഴയ തമാശകളാണ് നല്ലത്, ഇപ്പോഴത്തെ തമാശകളൊക്കെ എന്ത് പഴയ ഫ്രണ്ട്ഷിപ്പൊക്കെ. ഫ്രണ്ട്ഷിപ്പ് അത് ഇത് കാരണന്മാരുടെ ഇതാണ് സംഭവം. ഈ ഇപ്പോൾ എന്ന് വെച്ചാൽ ഡിറ്റോണോ ആ പിള്ളേർ കാണിക്കുന്നത്. കേരള വന്ന് നിൽക്കുന്നു. പണ്ട് അങ്ങനെ ഉണ്ടായില്ല സംഭവം. ജുബി ഇട്ടിട്ട് എല്ലാ നടന്മാരും ഈ ജുബിയെ തന്നെ കാണിക്കലായിരുന്നു. അപ്പോൾ കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ മിമിക്രിയിൽ വന്നിട്ടുണ്ട്, മറ്റു കലയിൽ പലതും വന്നിട്ടില്ല. ഇപ്പം 30 വർഷം കണ്ട ഭരതനാട്യം തന്നെ എനിക്കുള്ളൂ. അതെ, കഥകളി അതെ, മാപ്പിളപ്പാട്ട് ഒപ്പന അതെ. ഇത് 30 വർഷം കണ്ട ഒപ്പന തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷെ ഒരു 5 കൊല്ലം മുമ്പ് കണ്ട മിമിക്രി അല്ല ഇപ്പൊ കാണുന്നത്. പക്ഷേ പലരും പറയുന്നത് മിമിക്രിക്കാരാണ് മലയാള സിനിമയെ നശിപ്പിക്കുന്നതെന്നാണ്. അതിനെക്കുറിച്ച് സലീമിന് എന്താണ് പറയാനുള്ളത്? അല്ല, എന്താണ് പ്രതികരിക്കാനുള്ളത്? അത് വളരെ സത്യമാണത്. അതെങ്ങനെ ശരിയാണ്? മിമിക്രിക്കാരാണ് മലയാള സിനിമ നശിപ്പിച്ചത്. ഈ മിമിക്രിന്ന് അല്ലാതെ മലയാള സിനിമ വന്ന ആളുകളുണ്ടല്ലോ, അവര് എല്ലാ വർഷവും നമുക്ക് ഓസ്കാർ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ മലയാള സിനിമ. അപ്പൊ അതിന്റെ പേര് സത്യമാണ് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും പറയാൻ പറ്റും. കാരണം ചിരിപ്പിക്കാൻ അറിയാത്തവരുടെ കൊഞ്ഞനം കുത്തെന്നാണ് ഞാൻ പറയുള്ളൂ. അതിനെ ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ അറിയാവുന്ന അസൂയ. അതെ, കൊഞ്ഞനം കുത്ത്. അസൂയ എന്ന് പറയാം. അസൂയൊക്കെ ഒരു കലാകാരന് ആവശ്യമാണ്. അസൂയ ആവശ്യമാണ്. ഇതല്ല കൊഞ്ഞനം കുത്ത് എന്ന് പറയാം. അതിനേക്കാൾ കുറച്ച് മ്ലേച്ഛമായ ഭാഷയാണ് നല്ലതെന്ന് തോന്നുന്നു. കുറച്ച് അതൊരു കൊഞ്ഞനം കുത്താണ്. ചിരിപ്പിക്കാൻ അറിയില്ല. അതൊരു വലിയ കലയാണത്. അപ്പോൾ ചിരിപ്പിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന കലാകാരന്മാർ, ചിരിപ്പിക്കുന്ന സംവിധായകരൊക്കെ മിമിക്രി എന്ന ലേബലടിച്ച് വിട്ടേക്കാണ്. അത്രേ ഉള്ളൂ. അതിന് നമ്മൾ അങ്ങനെ ചിരിപ്പിക്കുന്ന കലാകാരന്മാരിൽ സലീം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഏത് കലാകാരനെയാണ്? മലയാളത്തിലെ ഒരാളും അതിന് മോശമല്ലെന്ന് ഇപ്പോൾ ഏറ്റവും സീനിയർ മോസ്റ്റായ ജഗതി ശ്രീകുമാർ മുതൽ ഇപ്പോൾ പുതിയ തരംഗമായ സുരാജ് വെഞ്ഞാറമൂട് വരെ ഇത്രയും ഉള്ള ആളുകൾ ഞാൻ ആരാധിക്കുന്നുണ്ട്. എന്നാൽ എവിടെ ചെലവഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, നമുക്ക് ദുബായിലാണ് എൻ്റെ സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഊട്ടി എല്ലാവർക്കും ഇഷ്ടമാണ്, ചിലർക്ക് കൊടൈക്കനാൽ ഇഷ്ടമാണ്, ചിലർക്ക് മൂന്നാർ. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം ജില്ല തന്നെയാണ്. ഫോർട്ട് കൊച്ചി? അല്ലല്ല. പിന്നെ മട്ടഞ്ചേരി ജ്യൂസ് അതൊന്നുമില്ല. അല്ല, നമ്മള് എറണാകുളം ജില്ലക്കൊക്കെ എല്ലാവർക്കും അറിയ സ്ഥലം മേനക, മറൈൻ ഡ്രൈവ്. അല്ലല്ല, മറൈൻ ഡ്രൈവ് ഒന്നുമല്ല. അല്ല, എന്നെ പറയാൻ സമ്മതിക്ക്. എന്റെ ഇഷ്ടപ്പെട്ട ചേട്ടനെ പറഞ്ഞിട്ടിരിക്കുക. അതെ, ഈ എടപ്പള്ളിയിൽ വരുമ്പോ മോഡേൺ ബ്രെഡിന്റെ ഫാക്ടറി ഉണ്ട് അവിടെ. അറിയാലോ? അറിയാം. ഈ മോഡേൺ ബ്രെഡിന്റെ ഫാക്ടറി നടത്തുന്നൊരു സ്മെല്ലുണ്ട് അവിടെ എത്തുമ്പോ. ഞാനിനി എത്ര ഷൂട്ടിങ് ലേറ്റ് ആയിട്ട് പോകണമെങ്കിൽ ശരി, ഞാൻ അവിടെ കാറ് ഗ്ലാസ്സൊക്കെ ഒന്ന് താത്തിയിട്ടൊന്ന് ആസ്വദിച്ചിട്ട് പോവുള്ളൂ. ഞാൻ മഹാരാഷ്ട്ര പഠിക്കുന്ന സമയത്ത് അതിൽ ബസ്സിന് പോകുമ്പോൾ, കാരണം ബസ്സിന് നമ്മുടെ സൗകര്യത്തിന് നിർത്തുന്നില്ല, പോരുമ്പോ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ആ മണം ഇങ്ങനെ എതിർക്കും. അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ കമ്പനിയിലൊരു ജോലി കിട്ടുകയാണെങ്കിൽ 24 മണിക്കൂറും മണം ഇത് ചെയ്ത് നോക്കാം. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ മോഡേൺ ബ്രെഡ് കമ്പനിക്കാരിത് ഈ ഇന്റർവ്യൂ ഒക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ തരുമെങ്കിൽ ഞാൻ തയ്യാറാണ്, ശമ്പളമില്ലാണ്ട്.
ആണോ? ശമ്പളമില്ലാണ്ട് ജോലി ചെയ്യാൻ തയ്യാറാണ്. പരസ്യം ശരിക്കും മോഡേൺ ബ്ലഡുകാർക്ക് നല്ല പരസ്യം. അത്രക്കൊരു ഇഷ്ടമുള്ള സ്ഥലം ലോകത്ത് ഒരു സ്ഥലത്തും എനിക്കില്ല. ഏതെങ്കിലും ഒരു കഥാപാത്രം, ചിലർ പറയേണ്ട സിനിമാ താരങ്ങളായിരുന്നവർ, എനിക്ക് ഈ ഒരു കഥാപാത്രമാവണമെന്ന് ആഗ്രഹമുണ്ട്, തച്ചോളി ഉദയനാവുണ്ട്, അല്ലെങ്കിൽ സീസറായിട്ട് അഭിനയിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീര കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം ആയിട്ട് അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട്? ജീവിതാഭിലാഷം കഥാപാത്രം അഭിനയിച്ചത് എനിക്ക് എൻ്റെ പടവാള് താഴ്ച നോക്കണമെന്നൊക്കെ. പുസ്തകമായിട്ടാ ഞാൻ ഒരു പ്രൊഫഷണലാണ്, സിനിമൻ്റെ പ്രൊഫഷണലാണ്. ഒരു ഡോക്ടറെ പോലെ, ഒരു എഞ്ചിനീയറെ പോലെ, അല്ലെങ്കിൽ ഒരു സാധാരണ ലേബറെ പോലെ. അപ്പോൾ ഒരു ഡോക്ടർ വന്നിരുന്നു രാവിലെ ക്ലിനിക്കിൽ വന്ന് തുറന്നു നിന്നു, ഇന്നൊരു കുഷ്ഠരോഗിയെ കിട്ടിയെങ്കിൽ ചികിത്സിക്കാമായിരുന്നു, ഇന്നൊരു എയ്ഡ്സ് രോഗിയെ കിട്ടിയാൽ ചികിത്സിക്കാമായിരുന്നു, ഇന്നൊരു ക്യാൻസർ പേഷ്യൻറ്റ് കിട്ടിയാൽ ചികിത്സിക്കാമായിരുന്നു. ഒന്നും അങ്ങനെ ആഗ്രഹിക്കാറില്ല. അങ്ങനെ രോഗികൾ വരണേ എന്ന് മാത്രം പ്രാർത്ഥിക്കാറുള്ളൂ. എന്ത് തരം രോഗമില്ല അങ്ങനെ വരും. അപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന വേഷത്തെ നന്നാക്കാൻ നോക്കണം. അല്ലാതെ ഞാനിനി ഇത് വന്നിരുന്നെങ്കിൽ അത് എൻ്റെ വേഷങ്ങൾ വെച്ച് ഏതെങ്കിലും ഹോട്ടൽ റൂമിലിരുന്ന് ഒരു സംവിധാനം തിരക്കഥാകൃതോടി തയ്യാറാക്കുന്നുണ്ടാവും. അതിന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. സലീമിനെ അനുകരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരോട് എന്താ തോന്നുന്നത്? എന്നെ അനുകരിക്കുന്ന ആളുകളാണോ? ദേഷ്യം തോന്നാറുണ്ട്? ദേഷ്യമൊന്നും തോന്നാറില്ല. അങ്ങനെ തോന്നരുതല്ലോ. ഞാൻ അങ്ങനെയാണെങ്കിൽ എന്നെ എത്ര പേർക്ക് ദേഷ്യം തോന്നണം? അതെ അതെ അതെ. അപ്പോൾ എനിക്ക് എന്നെ മാത്രം ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല, എനിക്കെന്തും ചെയ്യാം, അങ്ങനൊന്നുമില്ല. എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമാണ്. എന്നെ സലീമിന് ഇഷ്ടമുള്ള ഹോബി എന്തൊക്കെയാണ്? ഹോബിയായിട്ട് ആളുകൾ അറിയില്ലേ, ചെടികൾ വളർത്തും, അതുപോലെ തന്നെ മൃഗങ്ങൾ വളർത്തും, അങ്ങനെ വല്ല ഹോബി ഉണ്ടോ? എനിക്ക് വളർത്തുമൃഗങ്ങൾ ഒത്തിരി വളർത്തുമൃഗങ്ങൾ. ഇഷ്ടമുള്ള വളർത്തുമൃഗം എന്ന് പറഞ്ഞാൽ ഏതാ? ഇഷ്ടമുള്ള വളർത്തുമൃഗം എൻ്റെ ഭാര്യയാണ്. ഭാര്യയാണ് ഏറ്റവും ഇഷ്ടമുള്ള വളർത്തുമൃഗം. സലീം ഇപ്പോൾ ഈ സിനിമയിൽ വന്നിട്ട് എത്ര നാളായി? ഞാൻ 12 വർഷമായി. 12 വർഷമായി. ഒരു കലാകാരൻ എന്ന നിലക്ക് സലീം കുമാർ കയ്യിൽ കരുതുന്നത് എന്താണ്? ദിനേശ് ബീഡിയും തീപ്പെട്ടി. അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല, നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണോ? ദിനേശ് ബീഡിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നത്, എപ്പോഴും ദിനേശ് ബീഡിയെ വലിക്കുന്നത്. കാരണം നമ്മൾ ബീഡി വലിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ സിഗരറ്റ് വലിക്കും, പിന്നെ അത് കഴിയുമ്പോൾ ഫോറിൻ സിഗരറ്റ് ആവും, ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ കയ്യിൽ കാശ് കിട്ടുന്നതനുസരിച്ച്. അതെ, എന്താ ഒരു ചേഞ്ച് വരുത്താതെ? അതായത് എൻ്റെ അച്ഛൻ്റെ പേര് ഗംഗാധരൻ എന്നാണ്, അമ്മയുടെ പേര് കൗസല്യ എന്നാണ്. അതെ, കയ്യിൽ കുറെ കാശൊക്കെ ആയപ്പോ അച്ഛൻ്റെ പേര് ഗംഗാധര വർമ്മ എന്നും അമ്മയുടെ പേര് കൗസല്യമായി തമ്മിലായിട്ട് പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ശീലങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും സംഭവങ്ങൾ കൂട്ടിക്കലർന്നാണല്ലോ ജീവിതം. അപ്പൊ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ് ഈ സാധനം. അപ്പൊ അതിന്റെ പേരിൽ അത് വലിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇനി വേറൊരു ചോദ്യം, അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ സലീമിന് ആരാവണമെന്നാണ് ആഗ്രഹം? ഞാൻ ഒഴിച്ച് ബാക്കി ആരും ആവാം. അതെന്ത് പറ്റി? നമ്മൾ അത്ര മോശമാണ്? അതല്ല, മോശമായിട്ടല്ല. അടുത്ത ജന്മത്തിന് ഞാനിങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോ അവര് പറയും, ഓ ഇയാൾ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു, എന്തൊരു ആവർത്തന വിരസത. ഒരു ചേഞ്ചിന് വേണ്ടി ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഇല്ലേ? അല്ല, എന്നാ ഒരു ഇഷ്ടമുള്ള ഒരു സിനിമാ നടന്റെ പേര് പറയാമോ? എന്റെ പേര് എന്നെ കൊണ്ട് തന്നെ പറയുന്നത്. സലീമിന് ഓണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓണത്തെക്കുറിച്ച് ഒരു മലയാളി എന്ന രീതിയിൽ ഒത്തിരി പറയാം. അത്തം മുതൽ തുടങ്ങുന്ന ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കവിഭാവനയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും, ഇതിങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ കസേര, ഇത് ഞാൻ അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഇത് ഞാൻ ലണ്ടനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ചോദിക്കുന്നത്, ആ കട്ടിലോ? ഇല്ല, കട്ടിൽ ഇവിടെ ഉള്ള അപ്പൻ്റെ കാലം മുതൽ ഉള്ളതായിട്ടില്ല. ആ അപ്പൻ്റെ കാലം മുതൽ ഉള്ള കട്ടിലില്ലേ, അതാണ് ഓണം. മനസ്സിലായോ? അതായത് നമ്മൾ കേരളീയർക്ക് ഈ ആഘോഷങ്ങൾ വിലക്ക് വാങ്ങിക്കുന്നു. അതെങ്ങനെയാ? കാരണം നമ്മുടെ നാട്ടിൽ ചേട്ടൻ്റെ ഒക്കെ ചെറുതായിട്ട് കേട്ടിട്ടുണ്ടാവും, ഫാദേഴ്സ് ഡേ അച്ഛന്മാർക്കൊരു ദിവസം, മദേഴ്സ് ഡേ, ലവേഴ്സ് ഡേ, വാലന്റൈൻസ് ഡേ, ദിവസം. അതെ, ഇങ്ങനെ അങ്ങേരുടെ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവശ്യം. പിന്നെ ചിരിക്കാൻ ഒരു ദിവസം, വിഡ്ഢികൾക്ക് ഒരു ദിവസം, പിന്നെ ബുദ്ധിമാന്മാർക്ക് ഒരു ദിവസം, പുകയിലൊക്കെ ഒരു ദിവസം, തേയിലൊക്കെ ഒരു ദിവസം. അങ്ങനെ ഡെയിലി നമ്മൾ ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. അച്ഛൻ മരിച്ചാൽ ആഘോഷം, കുട്ടി ജനിച്ചാൽ ആഘോഷം, കല്യാണം, എല്ലാം നമ്മുടെ ആഘോഷമാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ആഘോഷം, നേരത്തെ ബാക്കിയൊക്കെ വിദേശ രാജ്യങ്ങൾ നമ്മൾ കടമെടുത്താണ്, ഇത് നമ്മുടെ സ്വന്തം അപ്പൻ കിടന്ന കട്ടില് എന്ന് പറയുന്ന പോലെ. സലീമേ, ഈ പഴയ കാരണവന്മാർ പറയാറുണ്ട്,
പഴയ ഓണമാണ് ഓണം. ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഓണമല്ല എന്നാ പറയുന്നത്. അതല്ലേ, അതിനെക്കുറിച്ച് എന്താ സലീമിന് പറയാനുള്ളത്? അത് ഈ കാരണന്മാരുടെ മറ്റൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു അസൂയാണത്. എന്താ കാരണം ഒന്നാമത്തെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പഠിക്കാൻ തന്നെ ഒരുപാടുണ്ട്. അതെ, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പൊലിയുന്നൊരു പാടി 7 മണിക്ക് കുളി കഴിഞ്ഞിട്ട് ആ പറമ്പിലൊക്കെ ഒന്ന് പൂ പറിച്ച് അത് ഇട്ട് അവന് സ്കൂളിൽ കയറ്റില്ല. 8 മണിക്ക് ക്ലാസ് തുടങ്ങും. അവന് സ്കൂളിൽ പോയാൽ പോയി, പോയില്ലെങ്കിൽ പോയില്ല. ഈ കാലത്തെ സംഭവമാണ് ഈ കാരണന്മാർ പറയണത്. അതെ. പിന്നെ ഓണക്കളി, അതെ, അവർക്ക് ഒരു പണിയില്ല. ഈ ഓണം വരുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് ഓണം എന്റർടൈൻമെന്റ് സംഭവം വേറെ ഒന്നുമില്ല. ടി വി ഇല്ലല്ലോ, ടി വി ഇല്ല. ഇന്നൊരു ചാനൽ റിമോട്ടൊക്കെ 100-150 ചാനലാണ് വരുന്നത്. പിന്നെ ആർക്കുണ്ട് ഇവിടെ ഈ ഓണക്കളിയെ കളിക്കാൻ സമയം? അപ്പൊ ഇപ്പോഴത്തെ തലമുറയുടെ മനസ്സിൽ ഓണമുണ്ട്. കാലഘട്ടത്തിൻ്റെതായ ചേഞ്ചസ് ഉണ്ട്. അതെ, എവിടെ പൂവുള്ളത് എവിടെയൊന്നും ഇല്ല. നമ്മുടെ എറണാകുളത്ത് പൂ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം. കാരണം സ്ഥലം എല്ലാം ഫ്ലാറ്റായി പോയി. സലീമേ, ഇത്ര നേരം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. സലീം സിനിമയിലേക്ക് വന്ന കാര്യങ്ങൾ സംസാരിച്ചു, സിനിമയിലെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. എന്താണ് പ്രേക്ഷകരോട് സലീമിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം? എനിക്ക് നിങ്ങൾക്കാരുടെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം കാര്യം നോക്കി മര്യാദക്ക് നടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം.